സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിലവിൽ ഈ അദ്ദേഹത്തിന്റെ മരണത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ കെ ബീന മുദ്രിത മാധ്യമ പ്രവർത്തകർ ടെലിഫോണിലുണ്ട്. ശ്രീമതി ബീന, ഇപ്പോൾ വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ എന്നുള്ളത് കേരളത്തിന്റെ ശീലമായിരുന്നല്ലോ കുറേ വർഷങ്ങളോളം. വാർത്ത എങ്ങനെ വായിക്കണം, മോഡുലേഷൻ, ഇതൊക്കെ പിന്നീടുള്ള തലമുറകൾക്കൊരു പാഠമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വാർത്താവതരണത്തിന്റെ ശൈലിയും രീതികളും ഒക്കെ മാറിയെങ്കിലും ഒരു കാലം, അത് ആകാശവാണിയുടെ ഒരു കാലം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഓർമ്മയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? അദ്ദേഹം, ഞാൻ ആദ്യമായി രാമേന്ദ്ര സാറിനെ കാണുന്നത് ഞാൻ ജേർണലിസം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോഴാണ്. അത് കഴിഞ്ഞ് ആകാശവാണിയിൽ ന്യൂസ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് സാറ് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ പിന്നീട് പുള്ളി അവിടെ കാഷ്വലായിട്ട് ഞങ്ങൾ വിളിക്കുകയുണ്ടായി. അങ്ങനെയാണ് സാറിനെ ആദ്യമായി കാണുന്നത്. അപ്പോൾ ശരിക്കും പിന്നെ ഏതാണ്ടൊരു 8 വർഷത്തോളം പുള്ളിയുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ തികഞ്ഞ ഒരു പ്രൊഫഷണൽ എന്ന് പറയാവുന്ന ഒരാളായിരുന്നു. വാർത്തയുടെ മോഡുലേഷനിലാണെങ്കിലും ഉച്ചാരണത്തിലാണെങ്കിലും വാർത്ത എഴുതുന്ന രീതിയിലും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠശാലയായിരുന്നു. എങ്ങനെയാണ് ഒരു ന്യൂസ് പ്രൊഫഷണൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ എല്ലാത്തരം പാഠങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വാർത്തയ്ക്ക് തൻ്റെതായ ഒരു ശൈലി തന്നെ അദ്ദേഹം നൽകിയിരുന്നു. കൗതുക വാർത്തകളാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ എന്ന ഒരു സുഹൃത്തു കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഒപ്പം അന്ന് ഇത്രയൊന്നും വാർത്താ ചാനലുകളും വാർത്ത ഒന്നും വികസിച്ചിട്ടില്ലാത്തൊരു കാലത്ത് വളരെ പ്രൊഫഷണലായി തന്നെ വാർത്തയെ നേരിടാൻ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂസ് എഡിറ്ററായിരിക്കുന്ന സമയത്ത് പല ബ്രേക്കിംഗ് ന്യൂസുകൾക്കും സ്റ്റുഡിയോയിൽ ഓടിച്ചെന്ന് സാറിന്റെ ന്യൂസ് ഇപ്പോൾ കിട്ടിയ വാർത്ത എന്നൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു പ്രിമിറ്റീവായ വാർത്താ കാലമാണത്. അപ്പൊ പേപ്പറിലാണ് എഴുതുന്നത്. പക്ഷെ അതൊക്കെ തന്നെ വളരെ സംയമനത്തോടു കൂടിയും വളരെ പ്രൊഫഷണലായിട്ടും അദ്ദേഹം ചെയ്തിട്ട് അപ്പൊ കുറേ വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ വിയോഗം സത്യം പറഞ്ഞാൽ ഒരു വലിയ നഷ്ടം തന്നെയാണ് മലയാളത്തിന്റെ എന്താ പറഞ്ഞ വാർത്താ ലോകത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൗതുക വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു ശീലം തന്നെ നമുക്കുണ്ടാക്കിയത് അദ്ദേഹമാണ്. നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ എല്ലാ വാർത്തകളിലും നമ്മൾ കൗതുകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അന്ന് വളരെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ അത് കണ്ടുപിടിച്ച് മലയാളിയെ പിടിച്ചിരുത്തി കൗതുക വാർത്തകൾ കേൾപ്പിച്ച ആളാണ് രാമചന്ദ്രൻ. പ്രത്യേക ഒരു രീതിയായിരുന്നു, അതിനൊരു ഈടെന്ന് പോലും ഞങ്ങൾ കളിയാക്കുമായിരുന്നു സാറിന്റെ വാർത്ത വായിക്കുന്ന രീതിയെ. അങ്ങനെ മലയാളത്തിന്റെ വാർത്താ ചരിത്രത്തിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഇന്ന് നഷ്ടമായിരിക്കുന്നത്.